എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുനർജന്മത്തെ പറ്റിയുള്ള ചില സംശയങ്ങൾ. പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്കറിയാം, ഭാരതീയർക്കറിയാം പുനർജന്മം എന്നുള്ളത് ഒരു സത്യമാണ് എന്നുള്ളത്. അത് ഭാരതീയ സംസ്കൃതിയുടെ ഒരു അന്തസത്ത തന്നെ. ജന്മങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാത്മാവ് ഓരോ ജന്മം കഴിയും തോറും ഇവോൾവ് ചെയ്യുന്നതായിട്ടും, അതായത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ആത്മാവിന് വേണ്ട അറിവുകളെല്ലാം നേടിക്കഴിയുമ്പോൾ താനും ആ ഒരു പ്രപഞ്ചശക്തിയുടെ ഭാഗം തന്നെയാണ്. അത് ഏത് ഭാവത്തിൽ നമ്മൾ ഭഗവാനെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഭഗവതിയെ വിളിക്കുന്നു, ദേവിയെ വിളിക്കുന്നു, അല്ലെങ്കിൽ ശിവനെ വിളിക്കുന്നു, കൃഷ്ണനെ വിളിക്കുന്നു, ഏത് ഭാവത്തിൽ നമ്മൾ ആ ഒരു ശക്തിയെ ആരാധിക്കുന്നു, ആ ഒരു ഭാവത്തിൽ തന്നെ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുകയും അതിലേക്ക് അലിഞ്ഞു ചേരുകയും ചെയ്യുക എന്നുള്ളത് ഭാരതീയ ചിന്തകളുടെ, ആധ്യാത്മിക ചിന്തകളുടെ കാതലായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഷിർദി സായിബാബ മഹാസമാധി ആയതിനു ശേഷം വളരെ അടുത്ത 1-2 പേരോട് മാത്രം താൻ ഇനിയും ജനിക്കും, സത്യസായി ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു പെദ്ദപൊട്ടു. അപ്പോൾ ഷിർദി സായിബാബ എങ്ങനെയായിരുന്നു, ഭൗതിക തലത്തിൽ അതിന് നേരെ വിപരീതമായിട്ടാണ് വേഷഭൂഷാദികളാവട്ടെ, തൻ്റെ പ്രവർത്തന രീതിയാവട്ടെ എല്ലാം സത്യസായിബാബ അവലംബിച്ചിരുന്നത് ഷിർദി സായിബാബയുടെ ആ ഒരു രീതിക്ക് വിരുദ്ധമായിട്ടാണ്. പറയപ്പെടാറ് ഷിർദി സായിബാബ ശിവൻ്റെ അവതാരമായിരുന്നു. നേരെ മറിച്ച് സത്യസായിബാബ ആവട്ടെ ദേവിയുടെയും ശിവൻ്റെയും അവതാരമായിട്ടാണ് ജനിച്ചത്. അപ്പോൾ കുറച്ചും കൂടെ വ്യത്യാസങ്ങൾ അവരുടെ പ്രവർത്തന രീതിക്ക് ഉണ്ടായിരുന്നു. ഷിർദി സായിബാബ വളരെ പെട്ടെന്ന് കോപിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. എന്നാൽ സത്യസായി ആവട്ടെ കുറച്ച് മാധുര്യമുള്ള പ്രേമസ്വരൂപലാരാന്ന് പറഞ്ഞിട്ട്, എന്താ പറയുക, പ്രേമത്തിൻ്റെ അവതാരമായിട്ടാണ് ജനിച്ചത്. ഉള്ളിലെ സ്നേഹം രണ്ടുപേരുടെ ഒരുപോലെയാണ്, പക്ഷെ പുറമേക്കുള്ള പ്രകടനങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിർദി സായിബാബയെ കണ്ട് പരിചയിച്ചിട്ടുള്ളവർക്ക് സത്യസായിബാബയെ കണ്ടപ്പോൾ അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പെദ്ദപൊട്ടു അവിടെ ചെന്നപ്പോഴും ഒരു ചെറിയ പയ്യൻ, ഷിർദി സായിബാബയുടെ കൂടെ വളർന്ന ആളാണ് പെദ്ദപൊട്ടു. അപ്പോൾ ഇത് ഷിർദി സായിബാബയുടെ വേഷഭൂഷാദികളൊക്കെ നമുക്കറിയാം, ഒരു കീറി പറഞ്ഞ ഒരു കാഫ്നിയാണ് ഇട്ടിരുന്നത്. പക്ഷേ സത്യസായിബാബയായപ്പോൾ നല്ല തിളങ്ങുന്ന നീളം കുപ്പായവും ഒരു രാജകീയ പ്രൗഢിയോടുകൂടിയാണ് സത്യസായിബാബ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ബാബയ്ക്കും പെദ്ദപൊട്ടുവിനും മാത്രം അറിയുന്നത്, ശാരദാദേവി എന്ന് പറയുന്ന പെദ്ദപൊട്ടു, വലിയ വട്ടപ്പൊട്ട് തൊട്ടുകൊണ്ടാണ് അവർ പെദ്ദപൊട്ടു എന്ന് വിളിച്ചിരുന്നത്. അവർക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങൾ ബാബ പറയുകയും പെദ്ദപൊട്ടുവിനെ സ്നേഹപൂർവ്വം തന്നിലേക്ക് വിളിക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ രണ്ടും ഒരാൾ തന്നെയാണെന്ന്. അവർക്ക് ആ ഒരു നഷ്ടബോധം ഇല്ലാതെയായി. പിന്നീട് ബാബയുടെ അടുക്കലാണ് പെദ്ദപൊട്ടു ജീവിച്ചു. പെദ്ദപൊട്ടു വലിയൊരു യോഗിനിയായിരുന്നു. അവരുടെ കഥയൊക്കെ നമുക്ക് തപോവനത്തിൽ കാണാം. പിന്നെ തപോവനത്തിലായാലും ഷിർദി സായി ചരിത്രത്തിലായാലും വീണ്ടും വീണ്ടും നമ്മൾ പുനർജന്മത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും ഈ പാസ്റ്റ് ലൈഫ് എന്താണെന്ന് അറിയാനായിട്ട് ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവാറുണ്ട്. മൈത്രി ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പാസ്റ്റ് ലൈഫിനെ പറ്റി, എല്ലാവരുടെ ഒന്നുമില്ല, ചിലരുടെ പാസ്റ്റ് ലൈഫ് വെളിവാവാറുണ്ട്. അത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കുറച്ചും കൂടെ അതിൻ്റെ ഓർമ്മകൾ ഉണ്ടെങ്കിൽ അത് മൈത്രി ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. പലപ്പോഴും അങ്ങനത്തെ വിഷൻസ് വരാറുണ്ട്, ഞാൻ അവരോട് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു മോഹൻജി വീക്ക്ലി ടോക്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. മോഹൻജിയുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും മോഹൻജിയോട് ചോദിക്കുക. അപ്പോൾ അതിലൊരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, മരിച്ചു പോയവർ ആ ലൈഫ് ടൈമിൽ തന്നെ തിരിച്ച് ആ ഒരു ഫാമിലിയിൽ വന്ന് ജനിക്കുമോ എന്ന്. അപ്പോൾ അതിന് മോഹൻജി പറഞ്ഞ ഉത്തരം ഇതാണ്: തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കും. അത്ര തീർക്കാത്ത കുറച്ച് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്താ പറയുക, കർമ്മം ഉണ്ടെങ്കിൽ ആ ഫാമിലിയിൽ തന്നെ വന്ന് ജനിക്കാൻ സാധ്യതയുണ്ട്. മിക്കവാറും ആ ഒരു ലീനേജിൽ തന്നെയാണ് ഉണ്ടാവുക. അതല്ല, നമുക്ക് കൂടുതൽ എന്താ പറയുക, വലിയ കർമ്മങ്ങളുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇവോൾവ് ആവുകയാണെങ്കിൽ, ആ ഒരു സോള് ആ ഒരു ഫാമിലിയിൽ നിന്നിട്ട് ഇവോൾവ് ആവുകയാണ്, അവർക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കുറച്ചും കൂടെ ഹയർ ഫാമിലിയിൽ, അവർ ആ ഒരു ഫാമിലിയുടെ എനർജി ലെവലിലല്ലാതെ
ഒരു സാധാരണ ഫാമിലിയാണ്. അവിടെ ഒരു ഇവോൾവ്ഡ് സോള് വന്ന് ജനിച്ചിട്ട് അവർ ഇവോൾവ് ചെയ്യുകയാണ്. ആ ഒരു ജന്മം കൊണ്ട് ഇവോൾവ് ചെയ്തിട്ട് അവർ ഷോർട്ട് ലൈഫ് സ്പാനിൽ പോവുകയാണെങ്കിൽ പിന്നെ അവർ ജനിക്കുന്നത് ആ ഫാമിലിയിലായിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ യോഗികളുടെയോ സാത്വികരായിട്ടുള്ള വേറെ ആൾക്കാരുടെയൊക്കെ ഫാമിലിയിൽ പോയി ജനിക്കാം. പക്ഷേ മിക്കവാറും ഒരു ഫാമിലിയിലേക്ക് വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എൻ്റെ ഒരു അനുഭവം അതിന് 2 ആഴ്ച മുമ്പാന്ന് തോന്നുന്നു ഞാനൊരു മൈത്രി അനുഭവം ഗ്രൂപ്പിൽ, അതായത് സായിബാബ മിറക്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ എൻ്റെ അടുത്ത് മൈത്രിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഏക മകനാണ്, ഹസ്ബൻഡ് ഇല്ല. അപ്പോൾ ആ ഒരു മകനും അമ്മയുമായിട്ട് ചെറുപ്പകാലത്തൊക്കെ നല്ല രീതിയിലാണ്. ഒരു ടീനേജൊക്കെ ആകുമ്പോൾ പൊതുവേ കുട്ടികൾക്ക് കുറച്ച് പ്രശ്നം വരുമല്ലോ. അപ്പം അവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റായി. അപ്പോൾ ഇവർക്കത് സഹിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് ആകെ ഒരു മകനാണുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് മകന് സ്നേഹമുണ്ട്, പക്ഷേ എപ്പോഴും അതൊരു കോൺഫ്ലിക്റ്റിൽ അവസാനിക്കുകയാണ്. അവരുമായിട്ട് തീരെ യോജിക്കുന്നില്ല. വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. അത് മകൻ തന്നെ പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് വരണമെന്ന് അറിയില്ല അമ്മ, പലപ്പോഴും എൻ്റെ നിയന്ത്രണം വിട്ടുപോകുന്നു എന്നുള്ളത്. അപ്പോൾ അവർക്ക് മൈത്രി എടുത്തപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മൾ പലപ്പോഴും അവരുമായിട്ട് ചേർന്ന് അവർക്ക് കിട്ടുന്ന ആ വിഷൻസ് അല്ലെങ്കിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ആ പിക്ചേഴ്സ് മൈത്രി ചെയ്യുമ്പോൾ പലപ്പോഴും കിട്ടാറുണ്ട്. കാരണം ആ ഒരു മൈത്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ മോഹൻജിയുടെ ആ ഒരു എനർജി ലെവലിൽ നിന്നിട്ടാണ് ചെയ്യുക, ആ ഒരു തലത്തിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന പല തലങ്ങളിലേക്കും മൈത്രി എടുക്കുമ്പോൾ നമ്മൾ ചെല്ലാറുണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന മൈത്രി റിസീവ് ചെയ്യുന്ന ആൾ ഏത് എനർജി ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ആ ഒരു സമയത്ത് ഒരു മൈത്രി ഹീലറിന് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് കാണുന്നത്, കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ. അപ്പോൾ ആ ആളെയും ഒരു ചെറുപ്പക്കാരനായ ഒരാളെയും മാറി മാറി കണ്ടുകൊണ്ടിരിക്കുക. ചില സമയത്ത് അവർ രണ്ടും ഒന്നാണ് എന്നൊരു തോന്നൽ തന്നെ എനിക്ക് വന്നു. അപ്പോൾ ഈ മൈത്രി കഴിയുമ്പോൾ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരെ വീഡിയോ കോൾ വിളിക്കാറുണ്ട്. വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുമ്പോഴും ഒരു എനർജി എക്സ്ചേഞ്ച് നടക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ പ്രസൻ്റ് ആണല്ലോ, പിതൃക്കൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരാളെ കണ്ടപ്പോൾ. അപ്പോൾ പിതൃവായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ കൃത്യമായിട്ട് ബലിയിടാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ അത് 100% സത്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു വന്നപ്പം ഇവരോട് സംസാരിച്ച് വരുമ്പോഴാണ് പലപ്പോഴും അവർക്കൊരു ബ്ലോക്കേജ് ഉണ്ടാവും ആ ഒരു ഹൃദയഭാഗത്ത്, അത് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവരുടെ അച്ഛൻ അവർക്കൊരു ടീനേജൊക്കെ ആയപ്പോഴേക്കും ഒരു 14-15 വയസ്സിൽ മരിച്ചുപോയി. അപ്പം അച്ഛനും അമ്മയും തമ്മിൽ അത്ര നല്ല ടേംസ് അല്ലായിരുന്നു. അപ്പോൾ അമ്മയുടെ എന്താ പറയുക, അമ്മമാരോടാണല്ലോ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഒരു അഫെക്ഷൻ വരിക. അപ്പോൾ അമ്മയുടെ ഫാമിലിയൊക്കെ ആയിരുന്നു കൂടി ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനോട് ഈ കുട്ടിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം അമ്മയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനായിട്ട് അമ്മ പ്രേരിപ്പിക്കുകയും ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ഈ കുട്ടി ഒരു ബലിയാടാവുകയും ചെയ്ത് പലപ്പോഴും നമ്മൾ ചുറ്റും കാണുന്ന ഒരു കാഴ്ചയാണത്. നിങ്ങൾ എന്താ പറയുക, ഒരു കുട്ടി ജനിക്കുമ്പോൾ രണ്ടുപേരും ഒരേപോലെ റെസ്പോൺസിബിൾ ആയിട്ട് നിന്ന് ആ കുട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കുട്ടികളാണ് ആ മെൻ്റൽ ട്രോമയിലൂടെ കടന്നു പോവുക. അല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും അച്ഛന്മാർ മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമയാണെങ്കിൽ അമ്മ വളരെ സ്റ്റേണായിട്ട് നിന്നിട്ട് ആ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ബാധ്യത അമ്മയ്ക്കുണ്ട്. ഇനി അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ എഫക്റ്റ് കൊണ്ടൊക്കെ അമ്മയുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടാവുകയാണെങ്കിൽ അച്ഛൻ ആരെങ്കിലും ഒരാൾ ധാർമ്മികമായിട്ട് ആ കുട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ അത് രണ്ടും ഇല്ലാത്ത അവസ്ഥയൊക്കെ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കണ്ടു. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ അച്ഛന് ജെനുവിനായിട്ടൊരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴൊന്നും ആ കുട്ടിക്കത് മനസ്സിലാക്കാനത് ടീനേജ് ആവുന്നേ ഉള്ളൂ, അതിന് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അമ്മയുടെ വീട്ടുകാരുടെയും വാക്കുകൾ മാത്രമാണ് ആ കുട്ടി കേട്ട് വളർന്നത്. അപ്പം അച്ഛന് സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ള അച്ഛന് വളരെ കാര്യമായിരുന്നു. പക്ഷേ അതിലേക്ക് പോവാൻ ആ കുട്ടിയെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടിക്ക് ഇടയ്ക്കൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ഇങ്ങനെ അച്ഛന് സ്നേഹം ഉണ്ടല്ലോ എന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ നെഗറ്റിവിറ്റി നിരന്തരമായിട്ട് ഓതിക്കൊടുക്കുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നതുകൊണ്ട് ആ കുട്ടിക്ക് അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാനോ തിരിച്ച് അച്ഛനോട് അത് പ്രകടിപ്പിക്കാനോ സാധിച്ചില്ല.
അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായത്. കാരണം അപ്പോഴേക്കാണത് ഈ ടീനേജൊക്കെ കഴിഞ്ഞ് അഡോളസെൻസൊക്കെ ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഒരു പാകത വരുന്ന യൗവനത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അതിന് മനസ്സിലായി തന്നെ പറഞ്ഞു പിടിപ്പിച്ചതൊന്നും അല്ലായിരുന്നു സത്യം. സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് വന്നപ്പോൾ അതിന് വല്ലാത്ത റിഗ്രറ്റായി. കാരണം അച്ഛനും മകളും തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അച്ഛന് വളരെ വാത്സല്യമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ മാതിരി സ്വാർത്ഥതയുടെ പേരിൽ, വാശിയുടെ പേരിലൊക്കെ മകളെ അച്ഛനിൽ നിന്ന് അകറ്റാനായിട്ട് അമ്മ ശ്രമിക്കുകയായിരുന്നു, അമ്മയും അമ്മയുടെ ഫാമിലിയും. അപ്പോൾ അത് ആ കുട്ടിക്ക് അതൊരു വലിയൊരു കുറ്റബോധമായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത് വിവാഹമൊക്കെ കഴിഞ്ഞൊരു മകനുണ്ടായി. അപ്പോൾ മകൻ ചെറുപ്പത്തിലേക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നി, ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകന് അച്ഛൻ്റെ ഛായയുണ്ടോ, അച്ഛൻ്റെ പ്രകൃതങ്ങളൊക്കെയാണോ കാണിക്കുന്നത്, എവിടെയെങ്കിലുമൊക്കെ അച്ഛൻ്റെ ഒരു സ്വഭാവ രീതികൾ വരുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു മകന് അച്ഛൻ്റെ നല്ല ഛായയുണ്ട്. അപ്പോഴാണ് അവർ ഓർക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മേ ബി ആ ഒരു സോള് പുനർജനിച്ച് വന്നിരിക്കുന്നതായിരിക്കണം. നിങ്ങളോട് കൂടെയുള്ള ആ ഒരു ടൈം സ്പെൻഡ് ചെയ്തത് ആ ഒരു സോളിന് തൃപ്തിയായിട്ടുണ്ടാവില്ല, അവർക്ക് ഒരു കണ്ടൻമെൻറ്റ് വന്നിട്ടുണ്ടാവില്ല മക്കളെ സ്നേഹിച്ച്. നിങ്ങൾക്കും അത് ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിയിരുന്നില്ല. രണ്ടുപേരും അത് തെറ്റ് തിരുത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. മകളാണെങ്കിലും അച്ഛനോട് ചെയ്തു പോയ തെറ്റിൽ നല്ലപോലെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവർ ബലിയിടൽ അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛനാണെങ്കിലും മനസ്സിലായി കാണും മകൾ ആക്ച്വലി അങ്ങനെയല്ല, കുട്ടിയിൽ അതിനെ ഫീഡ് ചെയ്യുന്ന രീതി തെറ്റായതുകൊണ്ടാണെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ആ സോള് വീണ്ടും വന്ന് അവിടെ ജനിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഒരു കണ്ടിന്യൂവേഷൻ ഓഫ് അവരുടെ റിലേഷനാണ്. അച്ഛൻ മകനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴുള്ള, കാരണം അവർ അമ്മ എന്നുള്ള നിലയിൽ ആ മകൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പക്ഷെ അത് മകന് മനസ്സിലാവാത്തൊരവസ്ഥ വരുമ്പോൾ എത്രത്തോളം വിഷമം അമ്മയ്ക്കുണ്ടാകും. അതായത് പണ്ട് അച്ഛൻ അനുഭവിച്ചിരുന്ന അതേ വേദനയിലൂടെ അവർ കടന്നു പോവുകയാണ്. അന്ന് അച്ഛനും തോന്നിയിട്ടുണ്ടാവുമല്ലോ ഈ വേദന. തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന, പക്ഷെ മകൾക്ക് മനസ്സിലാകുന്നില്ല. മകൾ ഇന്നസെൻ്റാണെന്ന് അച്ഛൻ അറിയുകയും ചെയ്യണ്ടായിരുന്നു കാണും. പക്ഷെ അവർക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ വേദനയിലൂടെ ആ അമ്മ എന്നുള്ള നിലയ്ക്ക് മകൾ കടന്നു പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് ക്ഷമിക്കുക, മനസ്സുകൊണ്ട് ആ അച്ഛനോട് മാപ്പ് ചോദിച്ചിട്ട് അന്ന് കൊടുക്കാൻ പറ്റാത്ത ഒരു കെയർ ആൻഡ് കൺസിഡറേഷൻ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലും കുറയ്ക്കുക. കാരണം ആരും നമ്മുടെ സ്വന്തമൊന്നുമല്ല. പലപ്പോഴും മക്കൾ നമ്മൾ പ്രോപ്പർട്ടിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവരൊരു ഇൻഡിവിജ്വൽ സോളാണ്. അവർക്ക് അവരുടേതായ ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ മാതിരി കുറച്ച് കൗൺസിലിങ്ങും കൂടെ ആവശ്യമാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പം അവർക്കൊരു എല്ലാം കൊണ്ടൊരു ആശ്വാസമാവുകയാണ് ചെയ്തത്. തെറ്റ് തിരുത്താൻ ഒരു ചാൻസും കൂടെ കിട്ടിയിരിക്കുകയാണ്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ ഒരു മൈത്രി എനർജി അവിടെ വർക്ക് ചെയ്യും. ഇതിനൊക്കെ അപ്പുറം ഒരു ഡിവൈൻ എനർജി ഉണ്ടല്ലോ ഗുരുവിൻ്റെ, ആ ഒരു എനർജി അത് വർക്ക് ചെയ്തു. അവർ തമ്മിലുള്ള റിലേഷൻ സ്മൂത്തായി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ചേഞ്ചസ് മകന് വന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, പുനർജന്മത്തിൻ്റെ ആസ്പെക്റ്റും നമ്മുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എനർജി ഫ്ലോ ആണ്. പലപ്പോഴും ഈ ദോഷം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയായിരിക്കാം. കാരണം അച്ഛൻ മകനായിട്ട് വരാം, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ തലമുറയിലെ ആൾക്കാരായിരിക്കാം എഗെയിൻ നമ്മുടെ കുട്ടികളായിട്ട് വന്ന് ജനിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു അത് തിരിച്ചു കിട്ടും. അപ്പോൾ അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കർമ്മപ്രാരാബ്ധം കുറയുകയാണ് എന്നോർത്ത് സന്തോഷിക്കുകയല്ലേ നമ്മൾ വേണ്ടത്. നമ്മുടെ ആ ഒരു ഭാണ്ഡം കുറയുകയാണ്. നമ്മൾ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ കർമ്മം എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാണ്ഡം ഒന്ന് കുറയുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പുനർജന്മം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ്, ഈ പല ജന്മങ്ങൾ പല ഗുരുക്കന്മാർ എന്ന് പറഞ്ഞിട്ട് നീൽ എന്ന് പറയുന്ന ആളുടെ ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന ഈ വെസ്റ്റേൺ ഫിലോസഫിയിൽ ജീവിച്ചവർക്ക് അങ്ങനെ ഒരു പുനർജന്മം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വളരെ ട്രോമാറ്റിക്കായിട്ട്, അതായത് ഭയങ്കര ട്രോമയിലേക്ക് പോവുകയാണ് ചെയ്യുക. ഈ പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം അവരുടെ ആ ഒരു വിശ്വാസത്തിൽ പുനർജന്മം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി എവിടെയെങ്കിലുമൊക്കെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നോ അല്ലെങ്കിൽ തീർപ്പിൻ്റെ ദിവസം കണ്ടുമുട്ടുന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രന്ഥത്തിലൂടെ പുനർജന്മം ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ ആ പെൺകുട്ടിക്ക് പുനർജന്മം, കരോൾ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പുനർജന്മമായിരുന്നല്ലോ. അപ്പോൾ ആ പുനർജന്മം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് രോഗികൾക്ക് ഒരു ആശ്വാസമായി എന്ന് പറയുന്നത്. എഗെയിൻ ആ ഒരു ലൈഫ് അവസാനിച്ചിട്ടില്ല എന്നറിയുമ്പോൾ അതുപോലെ തന്നെ നമുക്കാണെങ്കിലും ആ ഒരു പുനർജന്മം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് പലപ്പോഴും ആശ്വാസമാവുകയാണ് ചെയ്യുന്നത്. ചെയ്തു പോയ തെറ്റുകൾ തിരുത്താൻ
പക്ഷേ നമ്മളിപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു മൊമെൻറ്റ് അത് നമുക്ക് നന്നായിട്ട് ചിലവാക്കുകയാണെങ്കിൽ പിന്നെ ഒരു പുനർജന്മത്തിൻ്റെയോ ഇതിൻ്റെയോ ഒന്നും ഒരു ആവശ്യമില്ല. കടങ്ങൾ ബാക്കി വയ്ക്കാതെ പോവുക. അപ്പോൾ അത് പലപ്പോഴും നമുക്ക് ഒരു തിരിച്ചറിവിനുള്ള അവസരം നമ്മൾ ഈ ആത്മീയ പാതയിൽ വരുമ്പോൾ വരും. നമുക്ക് ബാഡ് എന്ന് തോന്നുന്ന പല എക്സ്പീരിയൻസും നമുക്ക് നല്ലതായിട്ടാണ് വരിക. നമുക്കൊരു എപ്പോഴും എന്താ പറയുക, ദുഃഖമാണ് ഏറ്റവും വലിയ ടീച്ചർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഫോൾസ് അത് സംഭവിക്കുമ്പോൾ അപ്പോഴാണ് നമ്മളുടെ തെറ്റുകൾ എന്താണ് തിരിച്ചറിയുക. പിന്നെ എഗെയിൻ നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ ആ ഒരു തെറ്റുകൾ ആവർത്തിക്കാതെ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് ഗുരുവിൻ്റെയും ഗുരുപരമ്പരയുടെയും ഒരു എനർജി നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു മൈത്രി ഹീലിങ്ങിനെ പറ്റിയും പറയുമ്പോൾ പലപ്പോഴും അപ്പുറത്ത് നിൽക്കുന്നവരുടെ റെസിപ്റ്റിവിറ്റി വളരെ പ്രധാനമാണ്. സംശയത്തോടു കൂടി അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനൊക്കെ വരുമ്പോൾ ഒരു ബ്ലോക്കേജ് പോലെയാണ് അതുണ്ടാവുക. നിങ്ങൾ ഫ്രീ ആയിട്ട് വരുന്നതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൈത്രി എനർജി വർക്ക് ചെയ്യുക തന്നെ ചെയ്യും. അത് നിങ്ങൾക്കും എനിക്കും തരുന്ന തിരിച്ചറിവുകൾ വളരെ നല്ലൊരു തിരിച്ചറിവാണ്. കാരണം എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരു ലിവിങ് പ്രൂഫാണ്. നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ചെറുപ്പം മുതലേ നമുക്ക് ഭാഗവതം വായിക്കുമ്പോൾ അല്ലെങ്കിൽ രാമായണം വായിക്കുമ്പോഴൊക്കെ പുനർജന്മ കഥകൾ അതിൽ ധാരാളമായിട്ട് വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഈ മൈത്രിയിൽ പാസ്റ്റ് ലൈഫിനെ കാണുമെങ്കിലും ഞാൻ അതിന് വളരെ ഒന്നും സ്ട്രെസ്സ് കൊടുക്കാറില്ല. കാരണം പാസ്റ്റ് ലൈഫിനെ പറ്റി അറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊരു ഹീലിംഗ് നടക്കുമ്പോൾ ആ പാസ്റ്റ് ലൈഫുകൾ ക്ലിയറായി പോവാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത് പറയേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരോടും ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ എന്താണ്, നമ്മുടെ ലൈഫ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം നമ്മുടെ പാസ്റ്റ് ലൈഫിലും. കാരണം ഒരു സ്പിരിച്വലി ഒരു ഇൻക്ലൈൻഡ് ആയിട്ടൊരാൾ മാത്രമാണ് ഇതിലേക്ക് പെട്ടെന്ന് ചെറുപ്പം മുതൽ തിരിയുക. അതുപോലെ നമ്മൾ വന്ന് ജനിക്കുന്ന ദേശം, നമ്മുടെ സ്ഥലം, നമ്മുടെ കുടുംബമൊക്കെ ഏകദേശം നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമ്മങ്ങളുടെ ഫലമായിട്ടായിരിക്കും. ചില ജന്മങ്ങൾ നമ്മൾ ഒരുപാട് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ജനിക്കുന്നതേ ഉള്ളൂ. അപ്പോഴായിരിക്കും അനുഭവങ്ങൾ തീക്ഷ്ണമായിട്ട് വരിക. അപ്പോൾ അത് നമ്മുടെ സോള് അത് ചോദിച്ചു വാങ്ങി വരുന്ന നമ്മുടെ സോൾ പ്ലാനാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ അതിൻ്റെ തീവ്രത മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അത് ചൂസ് ചെയ്ത് വരുന്നതാണ്. അതിലൂടെ കടന്നു പോയിട്ട് അങ്ങനെയുള്ളവർക്ക് മാർഗദർശനം നൽകാനായിട്ട് എൻ്റെ സോള് വരുന്നു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു തിരിച്ചറിവും ആ ഒരു പാഠവും ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ പിന്നീടുള്ള ലൈഫിൽ നമ്മളുടെ ആ ഒരു ഇപ്പം ഒരു ചൈൽഡ് അബ്യൂസിലൂടെ കടന്നു പോയ ചില ലേഡീസ് അങ്ങനെയുള്ള കുട്ടികളെ രക്ഷിക്കാനായിട്ട് മുന്നോട്ട് വരികയും അങ്ങനെയുള്ള കുട്ടികളെ രക്ഷിക്കുകയും ചെയ്യുന്നത് കാണാം. അപ്പോൾ അത് ആ ഒരു അനുഭവം അവർക്കൊരു പാഠമായി. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള അനുഭവം നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം തന്നെ പലപ്പോഴും ഐശ്വര്യം, ധനം ഇതൊക്കെ വന്നു കഴിയുമ്പോൾ സത്യത്തിൽ നിന്ന് അകന്നു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ധനം വരുമ്പോൾ ആ ധനം ഐശ്വര്യത്തോടു കൂടി നമ്മളെ ബ്ലെസ് ചെയ്തുകൊണ്ട് വരണം. ഒരു നമ്മളിലേക്ക് വരുന്ന ധനം എപ്പോഴും ബ്ലെസ്ഡ് ആയിരിക്കണം എന്ന് പറയും. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മൈത്രി അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്ത കൂട്ടത്തിൽ ഇങ്ങനെ എനിക്ക് ഉണ്ടായ കുറേ അനുഭവങ്ങൾ പറയുമായിരുന്നു. ഈ ഒരു സംശയം എപ്പോഴും വരുന്നൊരു കാര്യമാണ് പുനർജന്മം ഉണ്ടെന്ന്. പുനർജന്മം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ, ഹിന്ദു എന്നല്ല പറയേണ്ടത്, സനാതന സംസ്കാരത്തിൽ അത് ഉണ്ട്. മറ്റ് ഇപ്പോഴത്തെ ഈ സെമിറ്റിക് മതങ്ങളിലും അത് ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും അത് അവരുടെ എന്താ പറയുക, ആ ഒരു പുരോഹിത വർഗത്തിൻ്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് അത് എടുത്തു മാറ്റിയെന്ന് പറയുന്നുണ്ട്. പഴയ ബൈബിളിലൊക്കെ പുനർജന്മത്തെ പറ്റി പറയുന്നുണ്ട്. കാരണം നമ്മൾക്ക് ഇവിടെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്ലെയിനിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഇവിടെ തന്നെ വന്ന് അനുഭവിക്കുകയാണല്ലോ അതിൻ്റെ ന്യായം. അല്ലാതെ ഈ ഭൂമിയിലുള്ള ബില്യൺസ് ആൾക്കാരുടെയും നിയമം നടപ്പാക്കാനായിട്ട് ഒരു ദൈവം മുകളിൽ എവിടെയെങ്കിലും ഇരിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്ര അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഫാക്റ്റല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ചൈതന്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് അതിൻ്റെ വിധി തീർപ്പും നടക്കുന്നത്. അതിന് നമ്മൾ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ വീണ്ടും വന്ന് ജനിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്റ്റ്. അപ്പോൾ ഇതാണ് പുനർജന്മത്തെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം. പലരും ചോദിക്കാറുണ്ട് ഈ മൈത്രിയൊക്കെ ചെയ്യുമ്പോൾ. ഞാൻ പറയും നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കുറേ ക്ലിയർ ആയിട്ടുണ്ട്, അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത്യാവശ്യമുള്ളത് മാത്രമേ അവരോട് പറയാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഗൈഡൻസ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.